ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി തുടരുകയാണ്. 18ാമത്തെ ക്ലാസ് ആണ്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റില് 2-3 ഫോർമുല ഒക്കെ ഡിറൈവ് ചെയ്ത് വെച്ചിരുന്നു. അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത് പല കുട്ടികളും അത് +1 തന്നെ ചെയ്തതായിരിക്കും, ചിലർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എന്തായാലും ഡെറിവേഷൻ എക്സാമിനൊന്നും അങ്ങനെ ചോദിക്കാറില്ല. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഒക്കെ +1 ടോപ്പിക്കിൽ കഴിഞ്ഞു പോയി. എന്നാൽ ആ ഫോർമുലകൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ +1 കേട്ടതും പുതിയ ഡെറിവേഷനിൽ വന്നതും എല്ലാം കൂടി ഞാനൊന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല ഡിഫറൻഷിയേഷൻ. അപ്പൊ ഒന്ന് +1 കേട്ട് ഒന്നും കൂടി നമുക്ക് റിവൈസ് ചെയ്ത് പറയാം. ഫോർമുല ഫസ്റ്റ് വൺ d/dx ഓഫ് x raised to n. ഇതിൽ n ഒരു കോൺസ്റ്റന്റ് കേട്ടോ, ഫിക്സഡ് നമ്പർ, x വേരിയബിൾ. അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x. x raised to n ന്റെ ഡെറിവേറ്റീവ് ഈ dx കാണിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു x ആണ്. എന്താണ് ആൻസർ? നിങ്ങൾ കേട്ടതാണ്, n into x raised to n minus 1. n മുന്നിലേക്ക് വരും, x ന്റെ പവർ 1 കുറയും. അപ്പൊ d/dx ഓഫ് x raised to 10 ആണെങ്കിൽ 10 into x raised to 9. d/dx of x raised to -5 ആണെങ്കിൽ -5 into x raised to ഒന്ന് കുറയും -6 etc. അതിന് കിട്ടിയ ഒരെണ്ണമാണ് d/dx of x equal to 1. ഇതെങ്ങനെ വന്നത്? x എന്ന് പറഞ്ഞാൽ x raised to 1 അല്ലേ? അപ്പൊ n ന് പകരം 1 into x raised to 1 minus 1. 1 minus 1 എന്ന് പറയുമ്പോൾ 0. 1 into x raised to 0, x raised to 0 1 ആണ്, അത് 1 ആയി. ഇതിന്റെ ജോമെട്രി എന്താ ഒന്ന് ആലോചിച്ച് നോക്കൂ. ജോമെട്രിക്കൽ മീനിങ് ഓഫ് ഡെറിവേറ്റീവ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. നമ്മളെ ഫംഗ്ഷൻ എക്സ് അഥവാ y equal to x. y equal to x ന്റെ ഗ്രാഫ് ഫോർമുല ഐഡന്റിറ്റി ഫംഗ്ഷൻ സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ വിത്ത് സ്ലോപ്പ് 1. സ്ട്രൈറ്റ് ലൈനിന് എല്ലാ സ്ഥലത്തും ഒരേ സ്ലോപ്പാ, കോൺസ്റ്റന്റ് സ്ലോപ്പാ. ആ സ്ലോപ്പാണ് ഈ കിട്ടിയത്. ഈ 1 കാണിക്കുന്നത് y equal to x എന്ന സ്ട്രൈറ്റ് ലൈനിന്റെ സ്ലോപ്പ് എല്ലാ പോയിന്റിലും 1 ആണ്. ഒരു സ്ട്രൈറ്റ് ലൈൻ ഒരു സ്ലോപ്പ് ഉണ്ടാവുള്ളല്ലോ. സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് ആണ്, പിന്നെ അതിന് കോൺസ്റ്റന്റ് സ്ലോപ്പാ. അതിന്റെ അർത്ഥം സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫിലുള്ള ഏത് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലും ഒരു കോൺസ്റ്റന്റ് ആകില്ല. ഓക്കെ, വരും d/dx of 1/x. 1/x ന്റെ ഡെറിവേറ്റീവ് -1/x² ഞാൻ എഴുതിയിട്ടുണ്ട്. അത് എങ്ങനെയാ വന്നത്? 1/x എന്ന് പറഞ്ഞാൽ x raised to -1 ആണ്. ആലോചിച്ച് നോക്കൂ, n ന് പകരം -1 ആണ്. അപ്പൊ അത് -1 into x raised to -1 -1. -1 എന്ന് 1 കുറച്ചാൽ -2 ആവും. അപ്പൊ -1 into x raised to -2. ആ x raised to -2 താഴേക്ക് എഴുതിയാൽ അത് -1 divided by x² ആണ്. അങ്ങനെയാണ് 1/x ന്റെ ഡെറിവേറ്റീവ് -1/x² വരുന്നത്. ഓക്കെ, അപ്പൊ d/dx of 1/x equal to -1 divided by x². ഇതിന്റെ ജോമെട്രി എന്താ? y equal to 1/x എന്ന ഫംഗ്ഷന്റെ ഗ്രാഫില് ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾ ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് -1 ആ പോയിന്റിന്റെ x കോർഡിനേറ്റിന്റെ സ്ക്വയർ. അപ്പൊ x equal to 2 ന്റെ നേരെയാണ് ടാൻജന്റ് വരക്കുന്നതെങ്കിൽ അതിന്റെ സ്ലോപ്പ് -1/2², -1/4. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, ഈ ഡെറിവേറ്റീവ് അഥവാ ഈ 1/x എന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് -1/x² ആണ് വന്നത്. അപ്പൊ ഈ ഫംഗ്ഷൻ 1/x എന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ? അല്ലേ? എപ്പോഴായിരുന്നു ഡിഫറൻഷ്യബിൾ ആവുക? അത് അതിന്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആവുമ്പോൾ, അഥവാ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും ഡെറിവേറ്റീവ് x ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ 1/x ന്റെ ഡെറിവേറ്റീവ് ആയിട്ട് വന്നത് -1/x² ആണ്. -1/x² കാണാൻ പറ്റാത്ത ഏതെങ്കിലും x ഉണ്ടോ? ഇവിടെ x ന് കൊടുക്കാൻ പറ്റാത്ത വല്ല നമ്പറും ഉണ്ടോ? യെസ്, ഒരു നമ്പർ ഉണ്ട്. അതേതാ? 0 കൊടുത്താൽ ഇവിടെ 0² 0 ആവും. -1/0 നോട്ട് ഡിഫൈൻഡ് ആവും. പക്ഷെ ആ 0 എന്ന നമ്പർ 1/x എന്ന ഫംഗ്ഷന്റെ ഡൊമൈനിൽ ഇല്ലല്ലോ. 1/x ന്റെ ഡൊമൈനിൽ 0 അല്ലാന്ന്. റെസിപ്രോക്കൽ ഫംഗ്ഷന്റെ ഡൊമൈൻ r - 0 ആണ്. ചുരുക്കി പറഞ്ഞാൽ റെസിപ്രോക്കൽ ഫംഗ്ഷൻ 1/x
അതിന്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗ്രാഫ് ഹൈപ്പർബോള, സ്മൂത്ത് കർവാ, എവിടെയും ഷാർപ്പ് പോയിന്റ് ഒന്നും ഉണ്ടാവില്ല, ഒട്ടുമില്ല. 1/x ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് കേട്ടോ. ഇനി d by dx of root x equal to 1/2 root x എഴുതി വെച്ചിട്ടുണ്ട്. ശരിയാണോ? എങ്ങനെ കിട്ടി? root x എന്ന് പറഞ്ഞാൽ x raised to 1/2. അപ്പൊ n-ന് പകരം 1/2. അപ്പൊ 1/2 into x raised to 1/2 minus 1. 1/2 എന്ന് 1 കുറച്ചാൽ -1/2 ആണ്. ഈ x raised to -1/2 താഴേക്ക് എഴുതിയാൽ x raised to 1/2 ആവും. അത് root x ആവും. താഴെ root x ആവും. അതാണ് 1/2 root x. അപ്പോ d by dx of root x equal to 1/2 root x. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ കേട്ട ട്രിഗണോമെട്രിയിൽ 6 പേര്, 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്. d by dx of sin x is equal to cos x. എന്താ ഇതിന്റെ ജോമെട്രി? സൈൻ കർവ് ഓർമ്മല്ലേ? സൈൻ കർവ് സ്മൂത്ത് കർവാ, എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു കർവാണ് സൈൻ കർവ്. സൈൻ കർവുമ്മല് ഏതെങ്കിലും പോയിന്റിൽ ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റിന്റെ കോസ് ആയിരിക്കും. സൈൻ കർവുമ്മല് എവിടെയും ടാൻജന്റ് വരക്കാം. ആ വരക്കുന്ന ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയാണോ അതിന്റെ കോസ് ആയിരിക്കും. d by dx of cos x minus sin x, sin x അല്ല minus sin x. d by dx of tan x is equal to sec square x എന്ന് പറഞ്ഞാൽ sec x ന്റെ ഹോൾ സ്ക്വയർ. d by dx of cot x minus cosec square x. cosec x കണ്ടിട്ട് അതിന്റെ സ്ക്വയർ കണ്ടിട്ട് അതിന്റെ മൈനസ്. d by dx of sec x equal to sec x into tan x. d by dx of cosec x minus into cosec x into cot x. അപ്പൊ ട്രിഗണോമെട്രിയിൽ 6 പേരുടെ ഡെറിവേറ്റീവില് sin x ന്റെ cos x, cos x ന്റെ മൈനസ് sin x, tan x ന്റെ sec square x, cot x ന്റെ മൈനസ് cosec square x, sec x ന്റെ sec x into tan x, cosec x ന്റെ മൈനസ് cosec x into cot x. മൂന്നാൾക്ക് മൈനസ് ഇല്ല, മൂന്നാൾക്ക് മൈനസ് ഉണ്ട്. ആ മൈനസ് വരുന്ന 3 പേര് ഒന്ന് പരിചയപ്പെട്ടോ. കോസ്, കോട്ട്, കൊസീക്ക്. ഓർക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കി വെച്ചോ. സീല് തുടങ്ങുന്ന 3 പേർക്ക് മൈനസ് ഉണ്ട്. കോസ്, കോട്ട്, കൊസീക്ക്. പിന്നെ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത് കാണിച്ചു തന്ന ഫോർമുലകളായിരുന്നു 3 അതിന് കിട്ടിയ ഒരു നോട്ടായിരുന്നു 4-മത്തത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ഇനി വേണം. ഫസ്റ്റ് ഇയറിൽ അത് അങ്ങനെ വന്നിട്ടില്ല. ആ ഫംഗ്ഷന്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ അഡീഷണൽ ടോപ്പിക്കിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ചില കുട്ടികളൊക്കെ ആ ലിമിറ്റ് ഒക്കെ വെച്ചിട്ട് അത് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചിലത് ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞത്. d by dx of e raised to x equal to e raised to x. Exponential function to the base e. അതാണ് e raised to x. അതിന്റെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ അത് തന്നെയാണ്, ഒരു മാറ്റമില്ല. അപ്പൊ e raised to x എന്ന കർവ് y equal to e raised to x ന്റെ ഗ്രാഫ്, y equal to e raised to x ന്റെ ഗ്രാഫിൽ എവിടെ ടാൻജന്റ് വരച്ചാലും എവിടെ വേണമെങ്കിലും ടാൻജന്റ് വരക്കാം, കർവ് സ്മൂത്ത് ആണ്. എവിടെ ടാൻജന്റ് വരച്ചാലും അവിടുത്തെ സ്ലോപ്പ് ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ഇന്റെ പവർ ഇട്ടാൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ 2-ന് നേരെയാണ് ടാൻജന്റ് വരക്കുന്നതെങ്കിൽ അതിന്റെ സ്ലോപ്പ് ഇ സ്ക്വയർ ആയിരിക്കും. 1-ന് നേരെയാണ് ടാൻജന്റ് വരക്കുന്നതെങ്കിൽ എക്സ് ഇക്വൽ ടു 1-ന് നേരെ ടാൻജന്റ് വരക്കുന്നതെങ്കിൽ അതിന്റെ സ്ലോപ്പ് ഇ റൈസ് ടു 1 അഥവാ ഇ ആയിരിക്കും. -1-ന് നേരെയാണ് ടാൻജന്റ് വരക്കുന്നതെങ്കിൽ അതിന്റെ സ്ലോപ്പ് ഇ റൈസ് ടു -1 1/e ആയിരിക്കും, എക്സെട്ര. അത് ഇക്ക് പകരം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ ബേസിന് പകരം എ ബേസ് വന്നാല് വ്യത്യാസം കണ്ടിരുന്നു. d by dx of a raised to x equal to a raised to x into log a. ഇതിന്റെ ബേസ് ആരോ ചോദിച്ചാൽ to the base e. ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും. d by dx of 2 raised to x വന്നാല് x into 2 raised to x minus 1 ചെയ്യാ പോലെ, അതായത് ഈ ഒന്നാമത്തെ ഫോർമുല പോലെ. നല്ലോണം മനസ്സിലാക്കണം. ഇത് ഞാൻ പറഞ്ഞത് എക്സ് വേരിയബിളും n കോൺസ്റ്റന്റും. ഇതോ 2 കോൺസ്റ്റന്റും x വേരിയബിളും. അപ്പൊ ഇത് ഈ ഫോർമുലയിൽ വരില്ല. ഇത് വേറെ ഫോർമുലയാണ്. ഇതിപ്പോ പറഞ്ഞ ഫോർമുലയാണ് 2 raised to x into log 2. എന്നാൽ d by dx of x raised to 2 ആണെങ്കിലോ, x raised to 2 ആണെങ്കിൽ ഈ ഫോർമുലയിലല്ല വരിക, അത് ഇതിലാ വരിക.
വേരിയബിൾ റേസ്റ്റ് കോൺസ്റ്റന്റ്. ഇത് n എക്സ് റേസ്റ്റ് ടു n എന്നിന് പകരം 2, അപ്പൊ 2x ആവില്ല. ഓക്കെ, അപ്പൊ രണ്ടും മാറി പോകും. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഈ ബേസ് ആവുമ്പോൾ ഡെറിവേറ്റീവ് അത് തന്നെയാണ്. എ ബേസ് ആവുമ്പോൾ എ റേസ്റ്റ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. പിന്നെ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. ഏത് ലോഗ് ഇടാ? ബേസ് ഈ നാച്ചുറൽ ലോഗ്. എന്താ ആൻസർ? 1/x. ഇപ്പൊ ലോഗ് എക്സ് കെറുമല് y കൊണ്ട് ലോഗ് എക്സ് കെറുമല് എവിടെ ടാൻജന്റ് വരച്ചാലും ആ ടാൻജന്റ് സ്ലോപ്പ് ആ എക്സ് കോർഡിനേറ്റിന്റെ 1/x ആയിരിക്കും. അത് ബേസ് ഇക്ക് പകരം വേറെ എ ബേസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 1 അല്ലാത്ത ബേസ് ലോഗരിതത്തിന്റെ ഡെഫിനിഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1/x പോരാ, എക്സിന്റെ കൂടെ ലോഗ് എ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ആരോ ചോദിക്കാണ് ഏതാണ് ലോഗിന്റെ ബേസ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറയുന്നത് ആ ബേസ് ഇ ആണ്. ഇനി എഴുതണം നിർബന്ധമുള്ള ആളുകൾ കൂടെ ഈ ബേസ് എഴുതാം. എഴുതാത്ത ബേസ് ഒക്കെ നമ്മൾ എടുക്കൽ ഇ ആണെന്നൊക്കെ നമ്മള് ലോഗരിതമിക് ഫംഗ്ഷൻ ഞാൻ ചർച്ച ചെയ്തപ്പോ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ലോഗിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇത്രയും ഫോർമുല റെഡിമെയ്ഡ് ആയിട്ട് ബൈഹാർട്ട് ചെയ്യാതെ ഈ ചാപ്റ്റർ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. എളുപ്പല്ലേ? ഇത് കറക്റ്റായിട്ട് പഠിക്കണം, ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഇത് പുതിയ ഫോർമുല വേറെ വരാനുണ്ട്. പുതിയ ഫംഗ്ഷൻസിന്റെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഡെറിവേറ്റീവ്സ് വേറെ സെഷൻ ആയിട്ട് വരും. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ വന്ന 14 ഫോർമുല. എക്സ് റേസ് ടു n കോൺസ്റ്റന്റ് ആണ്. ഡി ബൈ ഡി എക്സ്. ഈ ഡി എക്സിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഈ ഡി എക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡി എക്സിന്റെ അർത്ഥം ഡിഫറൻഷിയേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അതിന് കിട്ടിയത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1, 1/x ന്റെ മൈനസ് 1/x², റൂട്ട് എക്സിന്റെ 1/2 റൂട്ട് എക്സ്. പിന്നെ ട്രിഗണോമെട്രി 6 എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ 2 തരം ബേസ്, ലോഗരിതം 2 തരം ബേസ്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ 2-3 എക്സാമ്പിൾസ് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ബേസിക് റിസൾട്ട്സ്, കോൺസ്റ്റന്റ് ഇൻറ്റു വരുമ്പോൾ പ്ലസ്, അതേപോലെ മൈനസ് വരുമ്പോൾ പിന്നെ പ്രൊഡക്റ്റ് റൂള്, ക്വോഷ്യന്റ് റൂള്. ഇതും ഈ ഫോർമുലകളും വെച്ചുകൊണ്ടുള്ള 2-3 എക്സാമ്പിൾസ് കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. Examples. First one, d by dx of 3x raised to 4 minus 5 e raised to x plus 8. നേരിട്ട് ഫോർമുല ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇത് 3 into x raised to 4 3 ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ 3 പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ പറഞ്ഞത്. 3 into d by dx of x raised to 4. പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്. ഇവിടെ മൈനസ് ആണ്. 5 കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് വന്നു. d by dx of അവിടെ പിന്നെ വേരിയബിൾ e raised to x പ്ലസ് d by dx of 8 ഒറ്റക്കാണ്. പറയും 3 into ഇത് ഏത് വിഭാഗത്തിലാണ് വരിക? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു n. n പകരം 4. n into x raised to n minus 1. 4 into x raised to 4 1 കുറഞ്ഞാൽ 3. മൈനസ് 5 into e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x തന്നെ, ഒരു മാറ്റമില്ല. പ്ലസ് 8 കോൺസ്റ്റന്റ് ഒറ്റക്കാണ്. 8 ഒറ്റക്കായതുകൊണ്ട് ഡെറിവേറ്റീവ് 0. So 3 into 4 12 എഴുതാം. 12x cube minus 5 e raised to x. ഇതാണ് അതിന്റെ ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ. d by dx of x raised to 4 plus 4 raised to x plus 4 raised to 4. ഇത് 3 ടേം ഉണ്ട്. 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ആദ്യം d by dx of x raised to 4 plus d by dx of 4 raised to x plus d by dx of 4 raised to 4. x വേരിയബിൾ ആണ്. അപ്പൊ ഇത് വേരിയബിൾ എക്സിന് പവറിൽ 4 is a constant. അപ്പൊ ഇത് ഏത് കൂട്ടത്തിലാണ് വരിക? d by dx of x raised to n.
അത് n into 4 into x raised to 1 കുറയുമ്പോൾ 3 ആവും. പ്ലസ് ഇവിടെ x into 4 raised to x minus 1 എഴുതിയാൽ തെറ്റാ. അതെന്താ തെറ്റാവുന്നേ? ഇത് കോൺസ്റ്റന്റ് റേസ്റ്റ് വേരിയബിൾ ആണ്. ഇത് ഏത് കൂട്ടത്തിലാ വരിക? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ a raised to x ന്റെ ഫോർമുല a raised to x into log a log 4 to the base e plus ഇത് കോൺസ്റ്റന്റ് റേസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. അതൊരു കോൺസ്റ്റന്റ് തന്നെ. കോൺസ്റ്റന്റ് ഒക്കെ ആകുമ്പോൾ ഡെറിവേറ്റീവ് become 0. So it is 4x cube plus 4 raised to x into log 4 ഇവിടെ വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ഒരു എക്സാമ്പിൾ, third one. Derivative of e raised to x into cos x. Okay, e raised to x into cos x. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് e raised to x വേരിയബിൾ ആണ്, cos x വേരിയബിൾ ആണ്. So it is product of two functions. ഇത് ഫസ്റ്റും ഇത് സെക്കൻഡും. ഇപ്പൊ നിങ്ങൾ ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് എടുത്താൽ യാതൊരു കുഴപ്പമില്ല. പ്രൊഡക്റ്റോട് അപ്ലൈ ചെയ്യണം, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് e raised to x into d by dx of cos x plus cos x into d by dx of e raised to x. Okay, first into derivative of second plus second into derivative of first. ഇനി കൊടുക്കൂ, ഡെറിവേറ്റീവ് കൊടുക്കൂ. e raised to x into cos x ന്റെ ഡെറിവേറ്റീവ്. അതാ ഞാൻ പറഞ്ഞത്, ഫോർമുല ബൈഹാർട്ട് ഇല്ലാതെ ഇതൊന്നും നടക്കില്ല. അപ്പൊ ആ ലിസ്റ്റ് ചെയ്ത 14 ഫോർമുല നിർബന്ധമായിട്ടും ബൈഹാർട്ട് ചെയ്യണം. പ്ലസ് cos x into e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x. വേണമെങ്കിൽ ഒരു e raised to x നെ വേണമെങ്കിൽ പുറത്തെടുക്കാം. അപ്പൊ ഇവിടെ മൈനസ് സൈൻ എക്സ് പ്ലസ് cos x ഇവിടെ വെച്ചാൽ മതി. ദാറ്റ് ഈസ് ദ ആൻസർ. One more example, d by dx of 2 raised to x divided by അല്ലെങ്കിൽ e raised to x ഒന്നല്ല, log x divided by 1 plus sin x. log x divided by 1 plus sin x. ഇത് log x ഒരു ഫംഗ്ഷൻ ആണ്, വേരിയബിൾ ആണ്. ഇതൊരു fx വിചാരിച്ചു. ഡിവൈഡഡ് ബൈ ഇത് മൊത്തത്തിൽ ഒരു gx വിചാരിച്ചു. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് എ കോഷ്യന്റ് ആണ്. എന്തായിരുന്നു കോഷ്യന്റ് റൂള്? 1 plus sin x into denominator into d by dx of numerator minus numerator into d by dx of denominator കഴിഞ്ഞില്ല, all divided by square of the denominator 1 plus sin x ന്റെ whole square equal to 1 plus sin x into d by dx of log x base e. ആൻസർ നമുക്കറിയാം, നേരത്തെ വന്നത് 1 by x minus log x into 1 plus sin x ഡെറിവേറ്റീവ് 1 ഒറ്റയ്ക്ക്, അത് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 പ്ലസ് sin x ഡെറിവേറ്റീവ് cos x all divided by ഇത് എക്സ്പാൻഡ് ചെയ്യാനൊന്നും പോണ്ട, ഈ ഹോൾ സ്ക്വയർ ഇവിടെ വെച്ചാൽ മതി. ലാസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഈസ് ഈക്വൽ ടു equal to 1 plus sin x into 1 by x അഥവാ 1 plus sin x by x minus log x into cos x divided by 1 plus sin x ന്റെ whole square. ഇവിടെ വെച്ചാൽ മതി. ദാറ്റ്സ് ദ ആൻസർ. ഓക്കെ, ഈ ക്ലാസ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. കൂടുതൽ എക്സാമ്പിൾസ് അടുത്ത ഇമ്പോർട്ടന്റ് സെക്ഷൻ ഒക്കെ പുതിയൊരു സെക്ഷനിലേക്ക് നമ്മൾ പോകും അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.